ലക്ഷണങ്ങൾ. സ്തനത്തിൽ വേദനയില്ലാതെ കാണുന്ന മുഴകളാണ് ഏറ്റവും പ്രധാനമായും ഉള്ളത്. ഇതിനു പുറമെ സ്തനത്തിൽ നീര് വെക്കുക, വലിപ്പം വെക്കുക എന്നിവയും കാണാം. സ്തനത്തിന്റെ തൊലിപ്പുറം കട്ടിയായിരിക്കുക, അതായത് ഓറഞ്ചിന്റെ തൊലിപ്പുറം പോലെ ആവുക എന്നതും ഒരു ലക്ഷണമായി കണക്കാക്കാം. ഇതിനു പുറമെ ഈ അടുത്തതായി നിപ്പിൾ ഉള്ളിലേക്ക് വലിയുക എന്നതും ഒരു ലക്ഷണമാണ്. പണ്ട് തൊട്ടേ ഉള്ള നിപ്പിൾ ഉൾവലിയിൽ പ്രശ്നമല്ല. നിപ്പിളിൽ നിന്ന് രക്തം കലർന്ന ദ്രാവകവും ചിലപ്പോൾ വന്നേക്കാം. ഇതിനു പുറമെ ചില ആൾക്കാരിൽ കക്ഷത്തിലെ മുഴകളായിട്ടോ തോളിലിൽ മുകളിലുള്ള മുഴകളായിട്ടോ കാണപ്പെടാം. എന്താണ് സ്തനാർബുദം വരാനുള്ള കാരണങ്ങൾ? പല കാരണങ്ങളാലാണ് സ്തനാർബുദം വരുന്നത്. അതിൽ പ്രധാനമായുള്ള 2 കാരണങ്ങൾ എന്നത് ഒന്ന് സ്ത്രീ ആയിരിക്കുക എന്നത് തന്നെയാണ്. രണ്ടാമതായി പറയുന്നത് പ്രായം. ഏകദേശം 50 വയസ്സിന് ശേഷമുള്ളവരിലാണ് സ്തനാർബുദം കൂടുതലായി കാണപ്പെടുന്നത്. ഇതിനു പുറമെയുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. നേരത്തെയുള്ള ആർത്തവം, അതായത് ഏകദേശം 11-12 വയസ്സിന് മുന്നേ ആർത്തവം വരിക, താമസിച്ചുള്ള ആർത്തവ വിരാമം, ഏകദേശം 55 വയസ്സിന് ശേഷം ആർത്തവ വിരാമം സംഭവിക്കുക, അതുപോലെ തന്നെ താമസിച്ചുള്ള ആദ്യ ഗർഭധാരണം 35 വയസ്സിന് ശേഷം എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിനു പുറമെ ഗർഭിണിയാകാതിരിക്കുക, ഒരിക്കൽ പോലും നള്ളിപ്പാരിറ്റി എന്ന് പറയും, ഒരിക്കൽ പോലും മുലപ്പാൽ കൊടുക്കാതിരിക്കുക. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മുലയൂട്ടലിനെ നമുക്കിതിനെ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടർ ആയിട്ട് കരുതാവുന്നതാണ്. ഇതിനു പുറമെ ഫാമിലി ഹിസ്റ്ററി, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആയ അമ്മയ്ക്കോ മകൾക്കോ സഹോദരിക്കോ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരിൽ അപേക്ഷിച്ച് നമുക്ക് സ്തനാർബുദം വരാനുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുതലാണ്. ഇതിനു പുറമെ ജനറ്റിക് ഫാക്ടേഴ്സ് ആയ BRCA1, BRCA2 മ്യൂട്ടേഷൻസും കാരണമായി കണക്കാക്കാം. ആർത്തവ വിരാമത്തിന് ശേഷമുള്ള അമിതവണ്ണവും ഒരു ഘടകമായി ഇന്നത്തെ കാലത്ത് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുമ്പോൾ ഇത് വരാനുള്ള സാധ്യത കുറയുന്നതായും നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ കണ്ടുവരുന്ന ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, പ്രത്യേകിച്ച് ഈസ്ട്രജൻ കൂടുതൽ അടങ്ങുന്ന ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഒരുപാട് നാൾ എടുക്കുകയാണെങ്കിൽ അതും ഒരു കാരണമായി കണക്കാക്കാവുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിനു പുറമെ പുകയില ഉപയോഗം, മദ്യപാനവും 2 കാരണങ്ങളായി നമുക്ക് പറയാവുന്നതാണ്.